ഇപ്പൊ ഒരാളും കൂടെ വന്നു. സോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ഞാൻ തന്നെയാ, എന്നെ തന്നെയാ. പ്രഗ്നന്റ് ടൈമിലേ പറഞ്ഞിരുന്നു ഓൾവേസ് ലവ് യു ദ മോസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബേബി ആണെങ്കിലും. എന്റെ മനസ്സിൽ എപ്പോഴും ചേച്ചിനെ കണ്ട് ഗോമതി ആയിട്ടാണ്. മറ്റേ അല്ലു അർജുൻ ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്ത ആടുജീവിതം ആൻഡ് ലെവൽ ക്രോസ്. അപ്പൊ രണ്ടു മൂവിയും എന്താ ഡെസേർട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഡെസേർട്ട് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ആടുജീവിതത്തിൽ കാണിക്കുന്ന ഡെസേർട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് കുറച്ച് കഷ്ടപ്പാടിന്റെ ഡെസേർട്ടാണ്. ബട്ട് ദിസ് ഇസ് മോർ ഇറ്റ്സ് ഡിഫറെന്റ് ഫിലിം. രണ്ടും വളരെ ഡിഫറെന്റ് ഫിലിമാണ്. കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഡെസേർട്ട് എന്നുള്ള ഒരു ഘടകം മാത്രമേ ഉള്ളൂ. ഇലായി വന്നതിന് ശേഷം ലൈഫിൽ ഉണ്ടായ ഷെഡ്യൂൾസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറിക്കാണും. ഒരു ലൈഫ് സ്ട്രക്ചർ തന്നെ മാറിക്കാണും. അതെ അതെ അതെ. അയ്യോ, ഇപ്പത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ എങ്ങനെയാണ് ലൈഫ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചർ ഇല്ലാത്തൊരു ലൈഫാണ് ഇപ്പൊ. ലൈക്ക് ഗോയിങ് വിത്ത് ഇലൈസ് ഫ്ലോ ആണ് ഞങ്ങളുടെ ലൈഫ്. ഇപ്പം ആള് ഇപ്പൊ ഉറങ്ങുന്നു, അപ്പൊ ഞങ്ങൾ ഉറങ്ങും. ആളെ എണീക്കുമ്പോ എണീക്കണം. ആളുടെ കംഫർട്ട്, ആളാണ് ഇപ്പൊ പ്രയോറിറ്റി. ഇലായി വന്നതിന് ശേഷം ഫസ്റ്റ് റിലീസ് അല്ലേ? അതെ അതെ അതെ. ഇലായി വന്നതിന് ശേഷം ഫസ്റ്റ് റിലീസ് ആണ്. അപ്പൊ ഇടയ്ക്ക് പറയാറുണ്ടോ നീ വന്നതിന് ശേഷം ഫസ്റ്റ് റിലീസ് ആണ് മിന്നിച്ചേക്ക്? ഒരു മാസമായ കൊച്ചിനോടോ. ഈ ആടുജീവിതത്തിലെ സൈനു അത് എന്നിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അല്ലേ? അപ്പൊ ആ ഒരു ക്യാരക്ടർ എനിക്ക് പെർഫോം ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കണ്ടിട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ലവ്, പിന്നെ ആ ഒരു സോങ്, എനിക്ക് ഒത്തിരി നാൾ കഴിഞ്ഞാണ് ഒരു ലവ് സോങ് വരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്നെ ഒരു ലവ് ആംഗിളിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ എന്നെ പറ്റി പറയുന്നതല്ല കേട്ടോ. ലൈക്ക് താങ്ക്സ് ടു അപ്പു പ്രഭാകർ, ഞങ്ങളുടെ DOP. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ, വെൻ യു വാച്ച് ദ ഫിലിം, ഒരു എന്താ പറയുക, ഒരു മിസ്റ്റീരിയസ് വിമൻ ലോസ്റ്റ് ഇൻ എ ഡെസേർട്ട് പോലത്തെ ഒരു വൈബാണ്. അപ്പൊ എനിക്ക് ഇത് ഫിലിം കണ്ടപ്പം നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വാവ്, ഐ എം ലുക്കിംഗ് വെരി ഗുഡ്, വാവ് ഐ എം ലുക്കിംഗ് സോ പ്രിട്ടി എന്ന് തോന്നത്തില്ലേ? ആൻഡ് വാവ് ഐ ക്യാരിഡ് ദിസ് റോൾ വെരി വെൽ എന്ന് തോന്നത്തില്ല. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ക്യാരക്ടറാണ് ചേത്താലി. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസന്റ് ദ കെന്ന ഷോ. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു അടിപൊളി ഗസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാം കൈയെടുത്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് എന്ന് പറയാം. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട അമല പോൾ. നമസ്കാരം. എൻ്റെ പുതിയ ഷോയാണ്. സോ എനിക്ക് കിട്ടിയേക്കുന്ന എല്ലാ അടിപൊളി ഗസ്റ്റുകളാണ്. മല്ലിക അമ്മ, ധ്യാൻ ചേട്ടൻ, അമല ചേച്ചി. അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. സോ അമല ചേച്ചി, എന്താ പറയുക, ഒരു ഗേളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബ്യൂട്ടിഫുൾ സ്റ്റേജിലൂടെയാണ് ഇപ്പൊ ചേച്ചി പോകുന്നത്. ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഗ്ലോയിങ് എല്ലാം ചേച്ചിയുടെ ഫേസിൽ കാണുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ബേബി ബോയ് ഇലായുടെ തന്നെ ഒരു ഐശ്വര്യമാണ് ആ ഫേസിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. സോ മദർഹുഡിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ലെവൽ ക്രോസ് വിശേഷങ്ങളിലേക്ക് പോവാം. ഹൗ ആർ യു? വെരി ഗുഡ്. കെന്ന പറഞ്ഞ പോലെ തന്നെ കെന്ന പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഫേസിലൂടെയാണ് പോകുന്നത്. ഹാപ്പി ഹൈ ഓൺ ഓക്സിറ്റോസിൻ. വെരി ഹാപ്പി, വെരി പീസ്ഫുൾ. ഒരു ടൈനി ലിറ്റിൽ തിങ് ആണ് ഉള്ളത്. അപ്പം അതൊരു ഭയങ്കര ഒരു പീസ്ഫുൾ വൈബാണ് മൊത്തത്തിൽ. അതെ അതെ. ഇന്നലെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ചെന്നപ്പോ എന്താ എനർജി! ഞാൻ കുറെ നാളിന് ശേഷമാണ് ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു അമല പോൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കാണുന്നത്. ചേച്ചി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബാക്ക് ഇൻ കോളേജ് പോലെ തോന്നുകയാണ്. സ്ലീപ്ലെസ് നൈറ്റ്. അതാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു എനർജറ്റിക്കലി ഹൈ ആൻഡ് ഹാപ്പി ആൻഡ് പീസ്ഫുൾ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ടീനേജ് ആ ഒരു ടൈമിലൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. കംപ്ലീറ്റ്ലി ഇൻ ദ പ്രസന്റ്. അത് താങ്ക്സ് ടു മൈ baby boy and of course my partner also. I feel like the life is in honeymoon phase again. Yes. അപ്പം ചേച്ചി ഇപ്പം ഒരുപാട് ഇന്റർവ്യൂസിൽ പറയുന്നതാണ് പാർട്ട്ണറിനെ കുറിച്ച്, ജഗത്തേട്ടനെ കുറിച്ച് അല്ലേ? ഇപ്പൊ ജഗത്തേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? നമ്മളെ റെസ്പെക്ട്. അപ്പൊ ചേട്ടൻ
ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്താ പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ബേബിയും കൂടെ വന്നല്ലോ. അപ്പം നേരത്തെ അമല ചേച്ചിനെ ആയിരുന്നു ടേക്കൻ കെയർ ചെയ്തോണ്ടിരുന്നതും പാമ്പറിങ് അല്ല. ഇപ്പൊ ഒരാളും കൂടെ വന്നു. സോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ഞാൻ തന്നെയാണ്, എന്നെ തന്നെയാ. പ്രഗ്നന്റ് ടൈമിലേ പറഞ്ഞിരുന്നു ഓൾവേസ് ലവ് യു ദ മോസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബേബി ആണെങ്കിലും. അത് ഞാൻ കണ്ടു. ഡോർ തുറന്നു വന്നപ്പോഴത്തേനും ചേച്ചി കോൾ ചെയ്തപ്പോ യെസ് ലവ് അത്. അപ്പൊ ഞാനൊരു മാരീഡ് വുമൺ ആണ്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് കണ്ടു പഠിക്ക കണ്ടോ എത്ര സ്നേഹത്തിലാ ഭാര്യനെ വിളിക്കുന്നത്. ഇത് അല്ല ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര കെയറിങ് ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും ഫുഡ് വാങ്ങിത്തരാം. സോ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇടയിൽ കണ്ടു. സോ എത്രത്തോളാണ് ആൾ ഈ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് ചേച്ചിനെ ടേക്കൻ കെയർ ചെയ്തത്? 100% ആളുടെ ഒരു സപ്പോർട്ടും കെയറിങ്ങും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറയും ഇനി നമുക്ക് ഗോഡ്സ് ഗ്രേസ് ഇനി ഒന്നും നമ്മൾ പിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് എന്റെ വേഴ്സ്റ്റ് ആള് കണ്ടു പ്രഗ്നൻസിയിൽ. ഒരുപാട് നമുക്ക് ഹോർമോണൽ ചേഞ്ചും മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാവുമ്പം എല്ലാം ഞാൻ ആളുടെ അടുത്താണല്ലോ ചെയ്യുന്നത്. അപ്പൊ എന്റെ വേഴ്സ്റ്റില് എന്നെ ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരാള് he deserves to be with me in my best. And same with him also. ആളുടെയും പ്രഗ്നൻസിയിലൂടെ പോകുമ്പോൾ ആക്ച്വലി അമ്മ മാത്രമല്ല ഫാദർ ടു ബിക്കും ഒരുപാട് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഐ വാസ് അണ്ടർസ്റ്റാൻഡിങ് ഹിം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ഹിം സോ ഇറ്റ്സ് എ മ്യൂച്വൽ ബോണ്ടാണ്. ലൈക്ക് വൺ വേ ട്രാഫിക് അല്ല റിലേഷൻഷിപ്പ്. എല്ലാവരും വിചാരം മോസ്റ്റ്ലി ഒരു വൺ വേ ട്രാഫിക് ആണെന്നാണ് എല്ലാവരുടെ വിചാരം റിലേഷൻഷിപ്പ്. യു കീപ് കെയറിങ് ദം, ഗിവിങ് ആൻഡ് ദേ കീപ് ടേക്കിംഗ് ആൻഡ് തിരിച്ച് നമുക്കൊന്നും ഇല്ലാണ്ടാവുമല്ലോ. ബട്ട് ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് റിലേഷൻഷിപ്പ് ഇസ് ടു വേസ് ടു സൈഡഡ് റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഐ തിങ്ക് വി ആർ ഇൻ ഗുഡ് ബാലൻസ്. ഏറ്റവും ഈ മൂഡ് സ്വിങ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ചേട്ടനെ എഫക്ട് ചെയ്തത് ഏതാണ്? ആ സമയത്ത് ഏറ്റവും കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ബിഹേവിയർ എന്തായിരുന്നു? എനിക്കറിയത്തില്ല. മേ ബി I think he always says that I'm a very lazy person. So now എന്നെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്, എസ്പെഷ്യലി നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മടി കൂടും. അപ്പം ആൻഡ് ഹീസ് എ വെരി ഔട്ട് ഗോയിങ് പേഴ്സൺ. പുള്ളി ഗോവയിൽ സെറ്റിൽഡ് ആണ്. അപ്പം ഹി വാണ്ട്സ് ടു ഗോ ഔട്ട് എവറി ഡേ. ഞാനാണെങ്കിൽ പല മടിയൊക്കെ പിടിച്ചിരിക്കും. അപ്പൊ എന്നെ പുഷ് ചെയ്ത് പുറത്ത് കൊണ്ടുവന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് താങ്ക് യു ബേബി ഫോർ പുഷിങ് മീ ബട്ട് ഐ തിങ്ക് അതായിരിക്കും. പിന്നെ ഐ തിങ്ക് ദാറ്റ് ഹി ഓൾവേസ് സേസ് ദാറ്റ് യു ആർ വെരി ലേസി. ഇപ്പം ഒരു നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ എക്സ്ട്രാ കെയർ കൊടുത്ത് റെസ്റ്റ് ചെയ്യേണ്ട എല്ലാവരും പറയും എനിക്കരുത്, പയ്യെ എണീക്കണം ഇരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ചേച്ചി ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് എന്താ പറയുക എല്ലായിടത്തും ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ചേച്ചിക്ക് നോ പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ ആ ബേബി ആ ലിറ്റിൽ ടംപിയൊക്കെ വെച്ച് ഒരുപാട് ഫങ്ഷൻസ് ചെയ്തു, റാമ്പ് വാക്ക് ചെയ്തു. സോ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വരാം, ആ ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഐ തിങ്ക് ഐ ഹാവ് ടു ക്രെഡിറ്റ് അഗെയിൻ മൈ പാർട്ട്ണർ ആൻഡ് മൈ മദർ, മമ്മി. രണ്ടുപേരും ഞാനിങ്ങനെ നമുക്ക് ലൈക്ക് യു സെഡ് ടയർഡ്നെസ് ഉണ്ടാവും. അപ്പൊ അതിപ്പോ ചെയ്യണോ ചെയ്യാതിരിക്കാനായിട്ട് പല റീസൺസ് പറയാം. പക്ഷെ എന്നാലും അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന, എനിക്കതൊരു വലിയ ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നി. ആ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും എനിക്ക് റാമ്പ് വാക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഞാൻ സെക്കൻഡ് മന്തിലോ തേർഡ് മന്തിലോ ഒക്കെ ഇരുന്നപ്പം ലാക്മേ ഫാഷൻ വീക്ക് was happening. അപ്പൊ I was telling Jug, it would be so nice to ഈ ബെല്ലി വെച്ചിട്ട് ഒരു റാമ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരിക്കുമല്ലേ. അതുപോലെ തന്നെ ഒരു ഫ്യൂ മന്ത്സ് ലേറ്റർ ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പൊ അത് ഫെൽ ലൈക്ക് ഒരു ഡ്രീം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരുന്ന പോലെ. സോ just take it, when life gives you chances you should immediately grab on to it and make the best out of it. അതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ആൻഡ് ഐ ഫീൽ അതൊരു ലക്കി ആയിട്ട് തോന്നുന്നു. ലെവൽ ക്രോസ് ഈ ഒരു ബാനർ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു മൂവിയും കൂടെയാണ് മനസ്സിലേക്ക് വരുന്നത്. രണ്ടും ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്ത ആടുജീവിതം ആൻഡ് ലെവൽ ക്രോസ്. അപ്പൊ രണ്ടു മൂവിയും എന്താ ഡെസേർട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഡെസേർട്ട് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ആടുജീവിതത്തിൽ കാണിക്കുന്ന ഡെസേർട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് കുറച്ച് കഷ്ടപ്പാടിന്റെ ഡെസേർട്ടാണ്. ബട്ട് ദിസ് ഇസ് മോർ ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം. രണ്ടും വളരെ ഡിഫറെന്റ് ഫിലിമാണ്. കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഡെസേർട്ട് എന്നുള്ള ഒരു ഘടകം മാത്രമേ ഉള്ളൂ. രണ്ടും വളരെ ഡിഫറെന്റ് ഫിലിംസ് ആണ്. ഓക്കെ. ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലെവൽ ക്രോസ് ഷൂട്ട് ചെയ്തേക്കണ ആ ഒരു കൺട്രി, ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ടുണീഷ്യ, അതെ, നോർത്ത് ആഫ്രിക്ക. ആദ്യത്തെ ഇന്ത്യൻ ചിത്രമാണ് അവിടെ ഷൂട്ട് ചെയ്തത്. അവിടെ ഇന്ത്യാന ജോൺസ്, പിന്നെ സ്റ്റാർ വാർസ്, മമ്മി റിട്ടേൺസ് ഒക്കെ ഷൂട്ട്
ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ടൈം ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്, അതിന്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ നമ്മളൊരു 25 ഡേയ്സിലേക്ക് ഡെസേർട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതൊരു ഭയങ്കര ഒരു പീസ്ഫുൾ വൈബായിരുന്നു. അങ്ങനെ ഒരു, പിന്നെ അതുപോലെ ഡെസേർട്ട് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് ഭയങ്കര വെയിലായിരിക്കും, പെട്ടെന്ന് സാൻഡ് സ്റ്റോം. അപ്പൊ അതെല്ലാം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു പെർഫോമൻസിലും അതിന്റെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നതിനാണെങ്കിലും. പിന്നെ അവിടുത്തെ കൾച്ചർ, ഞങ്ങൾ അവിടെ പോയപ്പം റംസാൻ ടൈം ആയിരുന്നു അത്. അപ്പം ഫാസ്റ്റിങ്ങിന്റെ സമയമായിരുന്നു. അപ്പൊ നമുക്ക് ക്രൂ ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. പിന്നെ ഈവനിങ് ആണ് സിറ്റി ഉണരത്തുള്ളൂ. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് എത്തുമ്പോഴാണ് ഫുൾ റോട്ടിലെ ആൾക്കാരും ബഹളവും, അവര് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള സെലിബ്രേഷൻസും. ഒരു മുസ്ലിം കൺട്രി ആണത്. അപ്പൊ അതിൻ്റെതായ ഒരു കൾച്ചറും വൈബും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഡേറ്റ്സ്, ലൈക്ക് നമ്മളിവിടെ താഴത്ത് ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ വീണ് കിടക്കുന്ന പോലെ അവിടെ ഫുൾ ഡേറ്റ്സ് ആയിരിക്കും. നമ്മൾ ത്രൂ ഔട്ട് ദ റോഡും ഹോട്ടലിൽ നിന്ന് വിൻഡോ തുറക്കുമ്പോൾ ഒക്കെ ഫുൾ പാം ട്രീസും ഒക്കെ. ക്ലൈമറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ, ഫുഡ് വാസ് ഡിഫറെന്റ്. അപ്പൊ അങ്ങനെയൊക്കെ ആൻഡ് ഇതിലത്തെ നെയിംസ് ഒക്കെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. ജീതു ജോസഫ് പ്രസന്റ് അല്ലെ, ആളുടെ തന്നെ ഒരു ശിഷ്യനാണ് ഇതിന്റെ ഡയറക്ടർ അൽഫാസ് ഏട്ടൻ. ആൻഡ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസ്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈറ്റിൽ അതൊക്കെ തന്നെയാണോ ചേച്ചിനെ അട്രാക്ട് ചെയ്തത്? മോറോവർ അത് സ്ക്രിപ്റ്റ് മറ്റു കാര്യങ്ങൾ? ജിത്തു ജോസഫ് ഹി കോൾഡ് മീ ഫോർ ദിസ് പ്രോജക്ട്. ജിത്തു സാർ ആണ് എന്നെ വിളിച്ചത് ഈ പ്രോജക്റ്റിന്. ആൻഡ് ഹി ടോൾഡ് മീ എന്റെ അസോസിയേറ്റിന് ഒരു കഥ പറയാനുണ്ട്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, കേട്ട് നോക്ക്. അങ്ങനെ ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തു. കഥയാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഫാക്ടർ. കഥ പ്ലസ് എനിക്കതിൽ എൻ്റെ ക്യാരക്ടറും വളരെ ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു വെറൈറ്റി ക്യാരക്ടറായിട്ട് തോന്നി. പിന്നെ അതിന്റെ സെറ്റിംഗ്, മൂഡ് എല്ലാം ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണിത്. അങ്ങനത്തെ ഒരു ഫിലിമാണ്. അപ്പം അതാണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഈ ജീതു ജോസഫിനെ വെച്ച് നോക്കുമ്പോൾ ഓരോ മൂവീസും ഭയങ്കര ഡിഫറെന്റ് ആണ്. ട്വിസ്റ്റിങ്ങും എന്താ പറയാ, നമ്മൾ ചിന്തിക്കുന്ന ലെവലിലൂടെ അല്ലായിരിക്കും ആളുടെ സ്റ്റോറി മേക്കിംഗ്. അപ്പൊ എങ്ങനെയാണ് ശിഷ്യന്റെ സ്റ്റോറി മേക്കിംഗ്? എങ്ങനെയാണ്? ശിഷ്യനും ഏകദേശം അതുപോലെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആള് അർഫാസ് എന്ന് പറയുന്ന ക്യാരക്ടറും പുള്ളിയുടെ ഈ ഒരു ഇങ്ങനത്തെ ഒരു പടം എടുക്കാനുള്ള തോട്ട് പ്രോസസ് തന്നെ നമുക്ക്, കാരണം ആളും ഇൻ ലൈഫ് ഇസ് എ വെരി സ്വീറ്റ്, ഒരു റൊമാൻറ്റിക് സോളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും, വെരി സ്വീറ്റ് ഗായ്. അപ്പൊ ഈ ആളിങ്ങനത്തെ ഒരു കഥ എടുക്കുന്നത് ഇപ്പം എനിക്ക് തുടക്കത്തിൽ ആൾ അറിയില്ലായിരുന്നു. ബട്ട് നൗ ആഫ്റ്റർ നോയിങ് ഹിം, ഹി കമ്മിങ് അപ്പ് വിത്ത് എ സ്റ്റോറി ലൈക്ക് ദിസ്, ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ലൈക്ക്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഓഫ് കോഴ്സ് ഐ തിങ്ക് ജിത്തു സാറിന്റെ അത് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. ദിസ് ഓൾസോ എ ത്രില്ലർ, സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയാം. ഓക്കെ, ആൻഡ് വേഫെയർ ഫിലിംസിന്റെ ആദ്യമായിട്ടാണോ ചേച്ചി അസോസിയേറ്റ്? I think so, yeah. Okay, ഇനി DQ ആയിട്ട് ന്യൂ മൂവീസ് എന്തെങ്കിലും I don't know. Of course, why not? I would love for that to happen. Okay, അപ്പൊ വേഫെയർ ഫിലിംസ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലൈക്ക് ഒരു ലെവൽ ഇതിന്റെ ഒക്കെ ബോർഡും ബാനേഴ്സ് ഒക്കെ കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്. എനിക്ക് പെട്ടെന്ന് ആസിഫിനെ കാണുമ്പോൾ എനിക്ക് ഓർഡിനറിയിലത്തെ ഒരു ക്യാരക്ടറിനെ പോലെ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. ഓർഡിനറിയിലെ ആസിഫിലേക്ക് ഇക്കൊക്കെ ഈ ഒരു ലുക്കാണ് ഏകദേശം. എനിക്കത് ഓർമ്മയില്ല. ബട്ട് എനിക്കൊരു കൂമന്റിലേക്ക് ഒരു എക്സെൻട്രിക് പെർഫോമൻസ് ഇല്ലേ, അതിന്റെ ഒക്കെ ഒരു, ഹീസ് എ ബ്രില്യന്റ് ആക്ടർ. എന്ത് റോള് കൊടുത്താലും ഹി ഡസ് ഇറ്റ് വെരി വെൽ. അപ്പൊ ഇതില് ആസിഫിന്റെ പെർഫോമൻസും ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറും ആണത്. ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ് ഈ മൂവിയില്? എന്റെ ക്യാരക്ടർ ഞാൻ ഒത്തിരി റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഒരു ഡെസേർട്ടിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ എത്തിപ്പെടുന്ന ചില സിറ്റുവേഷൻസ് കൊണ്ട് അവിടെ എത്തിപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ അവിടുന്ന് ആ പെൺകുട്ടിക്ക് പോവാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആകുമോ, അല്ലെങ്കിൽ എന്താണ് ആ പെൺകുട്ടിയുടെ ബാക്ക് സ്റ്റോറി എന്താണ്. ലൈക്ക് ഒരു I'm playing a psychiatrist. And but also there is a ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് അതിന്, എങ്ങനെയാണ് ആളവിടെ എത്തിപ്പെടുന്നതെന്ന്. പിന്നെ അതിൻ്റെതായ കുറച്ച് മിസ്റ്ററീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ കാണ്ട് റിവീൽ എനിത്തിങ് അബൌട്ട് അങ്ങനത്തെ ഒരു സ്റ്റോറിയും ക്യാരക്ടറും ആണ്. ബിക്കോസ് ഈ കഥ എന്ന് പറയുന്നത് ഈ 3 ക്യാരക്ടേഴ്സ് ആണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവരുടെ ഒരു നിഗൂഢത, അല്ലെങ്കിൽ ഇവര് സത്യമാണോ പറയുന്നത്, അല്ലെങ്കിൽ ആര് പറയുന്നതാണ് കറക്റ്റ് എന്നൊക്കെ ഉള്ള ഒരു, അതാണ് നമ്മളെ ഓഡിയൻസിനെ ഹുക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ. അപ്പൊ അത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫൺ പോവും. ആൻഡ് ഇപ്പം ഇലായി വന്നതിന് ശേഷം ലൈഫിൽ ഉണ്ടായ ഷെഡ്യൂൾസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറിക്കാണും, ഒരു ലൈഫ് സ്ട്രക്ചർ തന്നെ മാറിക്കാണും. അയ്യോ, ഇപ്പത്തെ
ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാണ് ലൈഫ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചർ ഇല്ലാത്തൊരു ലൈഫാണ് ഇപ്പൊ. ലൈക്ക് ഗോയിങ് വിത്ത് ഇലൈസ് ഫ്ലോ ആണ് ഞങ്ങളുടെ ലൈഫ്. ഇപ്പം ആള് ഇപ്പൊ ഉറങ്ങുന്നു അപ്പൊ ഞങ്ങൾ ഉറങ്ങും, ആളെ എണീക്കുമ്പോ എണീക്കണം, ആളുടെ കംഫർട്ട്, ആളാണ് ഇപ്പൊ പ്രയോറിറ്റി. യുനോ ലൈക്ക് ഞാൻ കുറച്ചൊരു പാനിക് മദർ മോഡിലേക്ക് പോയായിരുന്നു. യുനോ ലൈക്ക് അയ്യോ ഓക്കെ ആവും. ബട്ട് ഐ തിങ്ക് ജഗത് ഹാൻഡിൽ ഇറ്റ് വെരി വെൽ. അപ്പം നമ്മൾ എന്ത് എനർജി ആണോ കൊടുക്കുന്നത് അതായിരിക്കുമല്ലോ ബേബിയുടെ സറൗണ്ടിങ് ഉണ്ടാവുന്നത്. അപ്പം ഒരു പീസ് മോഡിലേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഐ എം ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്. പിന്നെ ലക്കിലി എൻ്റെ മമ്മി ഉണ്ട് ടേക്ക് കെയർ ചെയ്യാനായിട്ട്. പിന്നെ ദർ ഇസ് എ വെരി നൈസ് ബേബി സിറ്റർ ഓൾസോ വി ഹവ് ഗോട്ട്. അപ്പൊ അതുകൊണ്ട് ലൈഫ് ഇസ് ആളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ ജീവിതം. ഒരു ടീനി അഡിഷൻ ആൻഡ് അഡിക്ഷൻ, അതാണ്. ഓക്കെ. ഇപ്പൊ ജഗത്തേട്ടനെ കുറിച്ച് ഇങ്ങനെ പറയുന്നോണ്ട് ഞാൻ ജഗത്തേട്ടൻ ഇപ്പൊ ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഫ്രെയിമിലേക്ക് വരാൻ. No, not right now, later. Some other time. ഓക്കെ ഫൈൻ. ആൻഡ് ഡിവോഷണൽ സോങ് ആക്ട് ചെയ്താണ് ആക്ടിങ് കരിയറിലേക്ക് വന്നത് അല്ലേ ഫസ്റ്റ്? അതിനുശേഷം ഒരുപാട് സ്റ്റേജ് ഇവന്റ് ഹോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, മോഡലിംഗ്, ആൻഡ് അങ്ങനെയാണ് ഒരു ഫിലിം എൻട്രി. എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ ഫിലിം ആക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചോദിക്കാൻ നേരത്തെ സിനിമാ നടി ആവണം കോൺഫിഡൻസ് കുറവ്, അയ്യോ ആരെങ്കിലും നമുക്കൊക്കെ ആവാൻ പറ്റും. പക്ഷെ ചേച്ചിയുടെ പല ഇന്റർവ്യൂസിലും കണ്ടിട്ട് ഞാൻ ചെറുപ്പം മുതലേ പാരന്റ്സിനോടായാലും ഫ്രണ്ട്സിനോടായാലും കസിൻസിനോടായാലും എനിക്ക് നടി ആവണം എന്ന് കോൺഫിഡന്റ് ആയിട്ട് തന്നെ. അപ്പൊ ആ ഒരു ഇൻക്യുബേഷൻ ഒക്കെ വരാൻ കാരണം എന്താണ് ചെറുപ്പത്തിലെ തന്നെ? എനിക്കറിയില്ല, മേ ബി അത് ഡെസ്റ്റിനിയിലുള്ളതുകൊണ്ടായിരിക്കാം. അതെനിക്ക് തോന്നിയത്. അത് പറയുമല്ലോ നമുക്ക് ഇപ്പം എനിക്കിപ്പോ ഒരു ബേബി ഇപ്പം ലാസ്റ്റ് ലെവൽ ക്രോസിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ജഗത്തിനെ മീറ്റ് ചെയ്തതും പ്രഗ്നന്റ് ആയതൊക്കെ ഓഫ് കോഴ്സ്. ബട്ട് ഞാൻ റിമെമ്പർ ആസിഫ് ആൻഡ് ഷറഫു ഞങ്ങള് അവിടെ ട്യൂണീഷ്യയിലെ ഷൂട്ടിലുണ്ടായപ്പോൾ ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ്, ഹൗ ഇസ് ഇറ്റ് റിയലി ടു ഹാവ് ചിൽഡ്രൻ. അപ്പൊ എനിക്ക് തോന്നുന്നു സംവെയർ ഇറ്റ് വാസ് മെന്റ് ടു കം അല്ല, അതിന് ടൈം ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം എനിക്ക് ആ തോട്ട്സ് വന്നത്. അപ്പൊ അതുപോലെ തന്നെ ചെറുപ്പത്തിലേ തൊട്ട് എനിക്ക് എന്റെ ഉള്ളിൽ മേ ബി ഇതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എവിടെയോ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് എന്റെ ഇന്നർ സോളിന് അത് അറിയാമായിരുന്നിരിക്കാം. സോ എനിക്ക് അതായിരുന്നു എന്റെ ഡ്രീം. ചേച്ചി എല്ലാം ചേച്ചിയുടേതായ പോയിന്റ്സ് അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അതിൽ ഒരുപാട് വിമർശനങ്ങളും ചേച്ചി നേരിട്ടിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് കളർഫുൾ ലൈഫ് കുറച്ചൊന്ന് ഡൾ ആയിരുന്നു, ഇപ്പൊ ബാക്ക് ടു വീണ്ടും കളർഫുൾ ആയി. അപ്പൊ ആ ഒരു സ്റ്റേജ് എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അതിലൂടെ പോകുക എന്നുള്ളതാണ്. നമുക്ക് ടഫ് ഫേസസ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ബെറ്റർ ടു ഗോ ത്രൂ ഇറ്റ്, ബിക്കോസ് അത് ഒരു ബ്ലെസ്സിങ് ആണ് ആക്ച്വലി. നമ്മൾ ആ ഫേസിലൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, നമ്മൾ ഭയങ്കര പാനിക് ഒക്കെ ആവും. പക്ഷെ അതിലൂടെ ഗ്രേസ്ഫുള്ളി, എത്രത്തോളം ഗ്രേസ്ഫുള്ളി നമുക്ക് അതിലൂടെ പോകാൻ പറ്റുമോ അത് ആക്ച്വലി നമ്മൾ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മളൊരു ഭയങ്കര ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര പേഴ്സണൽ ഹൈസ് എന്നൊക്കെ പറയത്തില്ലേ, കരിയർ ഹൈ മാത്രമല്ലല്ലോ ലൈഫിൽ വേണ്ടത്, പേഴ്സണൽ ഹൈയും വേണമല്ലോ. നമുക്ക് നമ്മളെ തന്നെ ഒത്തിരി അറിയാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇനി ബെറ്റർ ആയിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് നമ്മൾ പഠിക്കും. അങ്ങനെ ഇറ്റ്സ് ലൈക്ക് എ സ്കൂൾ. ദിസ് ഇസ് എ സ്കൂൾ അല്ലേ, ഇവിടെ നമ്മൾ എല്ലാവരും പഠിക്കാനാണ് വന്നിരിക്കുന്നത്. സോ വെൻ ഇറ്റ് ഹാപ്പൻസ് സീ ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്സ്. അയ്യോ ഇത് എനിക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ ഇത് വന്നത്, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് വന്നത്, ഐ ഡോണ്ട് ഡിസേർവ് ടു ഗോ ത്രൂ ദിസ്, അങ്ങനെയൊന്നും പാനിക് ആവാതെ സീ ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്സ്, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ദേർ ടു ടീച്ച് യു സംതിങ്. ആൻഡ് നീലത്താമര ടു ലെവൽ ക്രോസ് ഈ ഒരു സ്റ്റേജ് എത്തി നിൽക്കുമ്പോൾ ആസ് എ ആക്ടർ എന്ന നിലയിൽ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഡെഫിനറ്റ്ലി. ഇങ്ങനത്തെ ഒരു അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതൊന്നും അറിയത്തില്ല, എത്രത്തോളം ഫിലിംസ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് വെൻ ഐ ലുക്ക് ബാക്ക് എനിക്ക് ഒത്തിരി ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ഒത്തിരി വലിയ വലിയ പ്രൊഡക്ഷൻ ആൻഡ് എല്ലാവരുടെയും കൂടെ ഒത്തിരി പേരുടെ വർക്ക് ചെയ്യാൻ പറ്റി, ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. ആൻഡ് ഇറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വിൽ കണ്ടിന്യൂ ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് മച്ച് മോർ ബിഗർ. ഓക്കെ. ഈ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ഈ ഒരു മൂവിയുടെ ഒരു ക്യാരക്ടർ ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിൽ നിന്നും എന്തെങ്കിലും ഒരു ഹുക്കിംഗ് പോയിന്റ് ഒന്ന് പറയാമോ? എന്താണ് അമല പോൾ എന്നൊരു ആക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ലെവൽ ക്രോസിൽ? ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണ് അത്. ഐ ഡോണ്ട് നോ ടു ബി ഓണസ്റ്റ്. ഐ ഹോപ്പ് അത് ആ ഫിലിം കാണുമ്പം അത് ഐ തിങ്ക് ഓഡിയൻസ് ഹാവ് ടു സേ ദാറ്റ് അല്ലേ, ഞാനല്ലല്ലോ പറയേണ്ടത്. കാരണം ഞാൻ ഐ ഹവ് ഗിവൻ what I could do my best in the given situation. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ ആണ്. അപ്പൊ അത്
I hope I've done justice to it, but ഇനി അത് ഓഡിയൻസാ പറയേണ്ടത്. ഓക്കെ. ആൻഡ് ഇലായി വന്നതിന് ശേഷം ഫസ്റ്റ് റിലീസ് അല്ലേ? അതെ അതെ അതെ, ഇലായി വന്നതിന് ശേഷം ഫസ്റ്റ് റിലീസ് ആണ്. അപ്പൊ ഇടയ്ക്ക് പറയാറുണ്ടോ നീ വന്നതിന് ശേഷം ഫസ്റ്റ് റിലീസ് ആണ് മിന്നിച്ചേക്ക്? ഒരു മാസമായ കൊച്ചിനോടോ? ജസ്റ്റ് സംസാരിക്കുമ്പോഴല്ലേ നമ്മുടെ ഒരു ഇന്നർ സൗണ്ടിൽ ഇങ്ങനെ പറയുമല്ലോ, മോന്റെ ഒരു ഐശ്വര്യം കൂടെ ഈ പടത്തിൽ എന്തായാലും അതുണ്ടാവുമല്ലോ. ഓഫ് കോഴ്സ്, ഐ തിങ്ക് ഇറ്റ്സ് ലൈക് ഡെഫിനറ്റ്ലി ആളുടെ എനർജിയാണ് എന്നിൽ കാണുന്ന എനർജി. ഐ എം എ റിഫ്ലക്ഷൻ ഓഫ് ഹിം, യു നോ. അപ്പം ഡെഫിനറ്റ്ലി അതുണ്ടാവും, അതുണ്ട്. ഒരുപാട് മൂവീസ് ഇപ്പൊ ചേച്ചി ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ ഒരു മൂവീസ് എടുത്ത് നോക്കുമ്പോൾ ചേച്ചിയുടെ ഒരു കറന്റ് ഫേവറേറ്റ് അല്ലെങ്കിൽ എപ്പോഴും മനസ്സോട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ മൂവി ഏതാണ്? അത് ഒരെണ്ണം പറയാൻ പറ്റത്തില്ല, യുനോ. ലൈക്ക് ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ്, അത് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. നമ്മൾ ആ ഒരു ജേർണിയിലൂടെ പോവല്ലേ നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട്. അപ്പം ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. ചിലപ്പം നമുക്ക് ആദ്യം അൺഡു ചെയ്യാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം. ഇപ്പൊ റീസെന്റ് പറയുവാണെങ്കിൽ ആടുജീവിതത്തിലെ സൈനു, അത് എന്നിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അല്ലേ. അപ്പൊ ആ ഒരു ക്യാരക്ടർ എനിക്ക് പെർഫോം ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കണ്ടിട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ലവ്, പിന്നെ ആ ഒരു സോങ്, എനിക്ക് ഒത്തിരി നാൾ കഴിഞ്ഞാണ് ഒരു ലവ് സോങ് വരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്നെ ഒരു ലവ് ആംഗിളിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ബിഗിനിങ് ഒക്കെ എല്ലാം ലവ് സ്റ്റോറീസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒന്ന് എനിക്ക് ത്രില്ലറിലേക്ക് ഒന്ന് ട്രാക്ക് മാറി. അപ്പൊ വീണ്ടും എന്നെ ഒരു ലവ് ഇതിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഇനി അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനിയും യുനോ ലൈക്ക് ലവ് സ്റ്റോറീസ് ആൻഡ് യുനോ ഒരു ഹാപ്പി സോൺ ഉള്ള ഫിലിംസ് ആൻഡ് ക്യാരക്ടേഴ്സ്, ലൈറ്റ് ഹാർട്ടഡ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. ലവ് സ്റ്റോറി പറഞ്ഞോട്ടെ. പിന്നെ ലെവൽ ക്രോസില് ദിസ് ക്യാരക്ടർ ചൈതാലി, ഐ ഫീൽ കുറച്ച് ബോൾഡ്, more than that, I feel she's you know very beautiful. Like ഞാൻ എന്നെ പറ്റി പറയുന്നതല്ല കേട്ടോ. ലൈക്ക് താങ്ക്സ് ടു അപ്പു പ്രഭാകർ, ഞങ്ങളുടെ DOP. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ, വെൻ യു വാച്ച് ദ ഫിലിം, ഒരു എന്താ പറയുക, ഒരു മിസ്റ്റീരിയസ് വിമൻ ലോസ്റ്റ് ഇൻ എ ഡെസേർട്ട് പോലത്തെ ഒരു വൈബാണ്. അപ്പൊ എനിക്ക് ഇത് ഫിലിം കണ്ടപ്പം നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വാവ്, ഐ എം ലുക്കിംഗ് വെരി ഗുഡ്, വാവ് ഐ എം ലുക്കിംഗ് സോ പ്രിട്ടി എന്ന് തോന്നത്തില്ലേ, ആൻഡ് വാവ് ഐ ക്യാരിഡ് ദിസ് റോൾ വെരി വെൽ എന്ന് തോന്നത്തില്ല. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ക്യാരക്ടറാണ് ചൈതാലി. ഇപ്പൊ ചേച്ചി പറഞ്ഞു ലവ് സ്റ്റോറീസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് ആടുജീവിതമായാലും എന്റെ മനസ്സിൽ എപ്പോഴും ചേച്ചിനെ കണ്ട ഗോമതി ആയിട്ടാണ്. മറ്റേ അല്ലു അർജുൻ ഒരു രക്ഷയില്ലാത്ത BGM. ചേച്ചിനെ മലയാളം തെലുഗുല് കോമളി എന്നാണ് അതിന്റെ ക്യാരക്ടർ പേര്. വെരി സ്വീറ്റ്, അഗെയിൻ ഒരു ഭയങ്കര ഒരു സ്വീറ്റ് ക്യാരക്ടറാണ് അത്, ഭയങ്കര ഇന്നസെന്റ്. അതിന്റെ സോങ് ആയാലും ഞങ്ങളിപ്പോ ഡിസ്കസ് ചെയ്യായിരുന്നു ചേച്ചി പറഞ്ഞപ്പോ എല്ലാവർക്കും ഗോമതി എന്ന് പറഞ്ഞ ക്യാരക്ടറും ആ അല്ലു അർജുൻ ആയിട്ട് ചെയ്ത ആ ഒരു കോമ്പിനേഷൻ സീൻ, അപ്പൊ അത് ഇനി ഞങ്ങൾ മലയാളത്തിൽ പ്രതീക്ഷിക്കുന്നു. പ്ലീസ്, ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ്. യെസ്, for sure. Okay. തെലുങ്കു അല്ലെങ്കിൽ കന്നഡ മൂവീസ് അപ്കമിങ് എന്തെങ്കിലും ഉണ്ടോ? തെലുഗു കന്നഡ മൂവീസ് ഇപ്പൊ അപ്കമിങ് ഇല്ല. തമിഴില് ഞാനിപ്പം ബാലാജി മോഹന്റെ ഒരു പ്രോജക്ട് ചെയ്തിട്ടുണ്ട്. ഞാനും കാളിദാസ് ജയറാമും തുഷാര വിജയൻ. അതൊരു റോംകോം ആണ് അഗെയിൻ. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരു 1 more സ്കെഡ്യൂൾ ഉണ്ട്. സോ ദാറ്റ്സ് മൈ നെക്സ്റ്റ് തമിഴ് പ്രോജക്ട് ദാറ്റ് വിൽ ബി റിലീസിംഗ്. ഇനി എന്നാണ് അല്ലു അർജുൻ ആയിട്ട് ഒരു ഇതുപോലെ റോമിയോ ആൻഡ് ജൂലിയറ്റ് പോലെ ഒരു കോമ്പിനേഷൻ? I hope that happens soon. ബേബി ഒക്കെ ആയതൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കണക്ഷൻ? ഗുഡ് കണക്ഷൻ ആണ്. കണ്ടിട്ടില്ല കുറെ നാളായിട്ട്. ബിക്കോസ് ഐ ബീൻ സോ ബിസി വിത്ത് ഓൾ ദീസ് തിങ്സ്. ഞാൻ ലാസ്റ്റ് ഞാൻ തെലുഗുല് ചെയ്ത ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ആണ്. ഇനിയിപ്പം കാണുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയണം. ഒരു ചെറിയൊരു സെഗ്മെന്റ് കൂടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു കുട്ടി സെഗ്മെന്റ് ആണ്. ക്രേസി മോം എന്നാണ് ഞാൻ ആ സെഗ്മെന്റിന് പേര്. എന്താണ് ക്രേസി മോം? ഓക്കെ, കുറച്ച് ചോദ്യം പെട്ടെന്ന് ചേച്ചി ആൻസർ ചെയ്താണ്. മോംസ് ആർ നെവർ ക്രേസി. മോംസ് ഷുഡ് നോട്ട് ബി ക്രേസി. അല്ല, ഈസ് ബീയിങ് എ സെലിബ്രിറ്റി മോം ടഫ്? നോ. ഇത് ന്യൂട്രൽ ആണ് അല്ലെ? എല്ലാം ബാലൻസിങ് രീതിയിലാണ് പോകുന്നത്. ഇറ്റ്സ് നോർമൽ ഫോർ മീ ബിക്കോസ് ഞാൻ സെലിബ്രിറ്റി ആണല്ലോ. എനിക്ക് അറിയത്തില്ല മറ്റേ മോംസ് ടഫർ ആണോ എന്ന്. എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. എനിക്കൊന്ന് ചേച്ചിയും പേളിമാണിയും ഒക്കെ ഒരേ ലെവലിലാണ്. കുട്ടികളോട് അവരുടെ ഒപ്പം തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ട്രാവൽ. അതാണ്, പിള്ളേരെ നമ്മുടെ ഒരു ഫ്ലോയിലേക്ക് കൊണ്ടുവരാ. കൊച്ചുണ്ടായി നമ്മൾ പെട്ടെന്ന് ഒരു അമ്മയാവാൻ ഒന്നും നോക്കണ്ട. യുനോ ലൈക്ക് ബി എ
partner to them, you know, be like a friend, understand them, and നമ്മൾ അവരെ ഫോളോ ചെയ്താൽ മതി, അവർ കൊണ്ടുപോയിക്കോളും നമ്മളെ. They'll show us a better life. ഓക്കെ. ഇപ്പൊ ഇലായി എന്ന് കുട്ടിയുടെ പേരിടാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൺഫേം ചെയ്തതാണോ അതോ പെട്ടെന്ന് ഇമീഡിയറ്റ്ലി മനസ്സിൽ വന്ന ഒരു നെയിമാണോ? ഞങ്ങൾ ഗോവയിലായിരുന്നപ്പോഴാണ് ആ നെയിം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അപ്പൊ തൊട്ട് ആ പേരാണ് ഫസ്റ്റ് ഉള്ളത്. അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് ഡിവൈൻ. ഡിവൈൻ. ഡിവൈൻ, ഗോഡ് സെൻഡ്, Divine celestial baby being. Divine baby ആണ്, absolutely. Okay. The first precious gift for baby. First precious gift for baby was actually എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ബാലിന്ന് ഞങ്ങളുടെ കല്യാണത്തിന് വന്നപ്പം എനിക്ക് രുദ്രാക്ഷ മാലാസ് ഇഷ്ടമുള്ള ആളാണ്. അതിൽ തന്നെ പല സ്റ്റോൺസും ക്രിസ്റ്റൽസും ഒക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡുണ്ട്, ശിവാലോക, ബാലിയിലുള്ള. അപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരൊരു മാല കൊണ്ടുവന്നപ്പം ബേബിക്കും ഒരു ബേബി രുദ്രാക്ഷ കൊണ്ടുവന്നിരുന്നു. അത് ആ സ്റ്റോറിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് മെന്റ് ഫോർ ഇലായി. അപ്പൊ അതാണ് ഇലായിക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ്. ഒരു precious gift അല്ലേ? Okay. Your public appearance during pregnancy were talked up. ഏറ്റവും കൂടുതൽ സംസാര വിഷയമായത് ഈ പ്രഗ്നൻസി ടൈമിൽ പബ്ലിക്കിനെ ഫേസ് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു സംസാര വിഷയമായത് എന്തായിരുന്നു? എന്താണ് എന്തായിട്ടാ നിങ്ങൾ വേണം പറയാൻ? ഞങ്ങൾക്ക് തോന്നി റാമ്പ് ചെയ്തത് ആ ഒരു ടൈമില്. ഐ തിങ്ക് അതാന്ന് തോന്നുന്നു, റാമ്പ് വാക്ക് ചെയ്തതും. ഓക്കെ. ഇല്ലായി വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ വേണ്ടാന്ന് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സും അല്ലെങ്കിൽ ഇനി ചെയ്യാന്നുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മളിപ്പം അങ്ങനെ yeah, of course, see, he's dependent on me for his food, right? Completely. ഞാനാണ് ഫുഡ് what is it, amla booth. അപ്പൊ അതുകൊണ്ട് obviously like I can't stay away from him. ഒത്തിരി നേരം ആളെ വിട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കും ടു ട്രൈ ടു ക്വിക്ലി ഗോ ഔട്ട്, യുനോ, നമ്മുടെ ആ ഒരു പേഴ്സണൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് കോൾഡ് എ പോസ്റ്റ് പാർട്ടം യുനോ ബ്ലൂസ് ഓർ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ദാറ്റ് യു കെൻ മദർ കെൻ ഗെറ്റ് ഇറ്റ്. അപ്പൊ അത് ബാലൻസ് ചെയ്യാനും നോക്കണം. അപ്പം ബാലൻസിങ് ആണ് ഇപ്പം മെയിൻ ആയിട്ടുള്ള പുതിയ പരിപാടി. ഇങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജൂലൈ 26 ലെവൽ ക്രോസ് റിലീസ് ആവുന്നത്. അപ്പം എല്ലാവിധ സക്സസും മൈൽ സ്റ്റോണിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ആൻഡ് നിങ്ങളുടെ പ്ലീസ് സപ്പോർട്ട്, ലൈക്ക് പ്രൊമോട്ട് അവർ ഫിലിം ഇൻ മൈൽ സ്റ്റോൺ. അപ്പൊ ലെവൽ ക്രോസ് അടുത്തൊരു ലെവലും കൂടെ ക്രോസ് ആകട്ടെ. ചേച്ചിയുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. Thank you, Kenna. I was sweet talking to you. Thank you, ma'am. Thank you. Bye.